ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ. വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ഇന്ന് വാൾ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലൂ പറഞ്ഞാൽ വാട്ടറും ഗ്ലൂവും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. 2:1 റേഷ്യോയിൽ ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് കാർഡ്ബോർഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഓരോ പീസായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കാർഡ്ബോർഡ് മുഴുവനായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ കുരുവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കഴുകി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കാർഡ്ബോർഡിൽ സൈഡിലും സെൻറ്ററിലും ഒക്കെ ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ സ്പ്രേ ബോട്ടിലിൽ വെള്ളം വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ടിഷ്യൂ പേപ്പർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ തിന്നായിട്ടുള്ള റോളുകൾ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കാൻ നനഞ്ഞിട്ടുള്ള തുണിയിൽ വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തെടുത്താലും നമുക്ക് ഈസി ആയിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ഏതാണോ അത് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ നനച്ചിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെ 3-4 പീസ് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ 4 ടിഷ്യൂ പേപ്പർ ഞാനങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർഡ്ബോർഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിരുന്ന ആ ഭാഗത്തൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ റോൾ ചെയ്തിട്ടുള്ള ആ ടിഷ്യൂ പേപ്പറിന് ഒന്ന് റൗണ്ടായിട്ട് ചുറ്റിയെടുക്കുക. എന്നിട്ട് ആ ഗ്ലൂവിൽ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റുകളുണ്ട് കേട്ടോ. ബോട്ടിൽ ആർട്ട്, വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റുകൾ, വൈറ്റ് പേപ്പർ, കളർ പേപ്പർ വെച്ചിട്ടൊക്കെ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ 4 സൈഡിലും ടിഷ്യൂ പേപ്പർ റൗണ്ട് ആക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഡേറ്റ്സിൻ്റെ സീഡാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പീസായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സെൻറ്ററിൽ ഫുള്ളായിട്ടുള്ള ഒരു ഫ്ലവറും ബാക്കി 3 എണ്ണം ഹാഫായിട്ട് വരുന്നതുമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഫ്ലവർ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ കാർഡ്ബോർഡിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഡാർക്ക് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇതാ കാർഡ്ബോർഡ് മുഴുവനായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ആ സീഡുകൾക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഓരോ സീഡിനായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സീഡുകൾക്കും ഒക്കെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ ടിഷ്യൂ ഒട്ടിച്ചിരുന്ന ഭാഗത്ത് ഞാൻ ഒന്നുകൂടെ വൈറ്റ് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നുകൂടെ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. കാരണം ടിഷ്യൂ പേപ്പർ ഓൾറെഡി വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ. ഇനി അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ജൂട്ട് ത്രെഡും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഈസിയാണ്. ഡേറ്റ് സീഡ് ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിന് വേറൊരു ഡിസൈനും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് പെൻസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസൈനാണ് ഇഷ്ടമായത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.